Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ nernst equation for an electrode and nernst equation for a cell ഒക്കെ കണ്ടതാണ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇന്ന് ഇവിടെ കാണുന്നത് the equilibrium constant from nernst equation. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിക്കുന്നതാണ് equilibrium constant. equilibrium ചാപ്റ്റർ കണ്ടതാണ്. അതെന്താണെന്ന് നോക്കാം. First, consider a general equation. AA plus BB gives CC plus DD. Then according to Nernst equation, we can write E cell is equal to E0 cell minus 2.303 RT by NF log concentration of C to the power of C into D to the power of D divided by the concentration of A to the power of A into the concentration of B to the power of D. ഇനി നമ്മുടെ ഗാൽവാനിക് സെൽ എന്ന് ആലോചിക്കുക. നമുക്കറിയാം ഗാൽവാനിക് സെല്ലിൽ it consists of two half cells, two electrodes and two electrolytes. One is zinc rod dipped in zinc sulfate solution and the copper rod dipped in copper sulfate solution. ഇനി ഇവിടെ വോൾട്ട്മീറ്റർ റീഡിംഗ് എത്രയായിരുന്നു? 1.1 വോൾട്ട് ആണല്ലോ. ഇനി ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്താൽ as the reaction proceeds, the concentration of zinc ion goes on increasing and the concentration of copper ion decreasing. അതായത് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇവിടെ സിങ്ക് അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടി കൂടി വരും. കോപ്പർ അയോണിന്റെ കോൺസെൻട്രേഷൻ സൊല്യൂഷനിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നമ്മൾ കണ്ടതാണ് സിങ്കിന്റെ വെയിറ്റ് കുറയുന്നു, കോപ്പറിന്റെ വെയിറ്റ് കൂടുന്നു. ഓർമ്മയുണ്ടല്ലോ? അപ്പോൾ അതായത് വോൾട്ട്മീറ്റർ റീഡിംഗ് ഡിക്രീസ് ചെയ്യുന്നു. സിങ്ക് അയോണിന്റെയും കോപ്പർ അയോണിന്റെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആകുന്നു. ആ പർട്ടിക്കുലർ സ്റ്റേജിനെയാണ് പറയാ ഇക്വിലിബ്രിയം സ്റ്റേജ്. ഇക്വിലിബ്രിയം സ്റ്റേജ് അറ്റൈൻ ചെയ്യുമ്പോൾ രണ്ട് ഇലക്ട്രോഡിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്നു. ഇവിടെ വോൾട്ട്മീറ്റർ റീഡിംഗ് സീറോയും ആകുന്നു. അപ്പോൾ നമുക്കിവിടെ പറയാം ഹിയർ അറ്റ് ഇക്വിലിബ്രിയം E cell is equal to 0. Right? Voltmeter reading 0 on. So we can write 0 is equal to E0 cell minus 2.303 RT by NF log. ഇനി ഇതെന്താണ്? ഈ ടേമിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc. അതായത് ഇക്വിലിബ്രിയം സ്റ്റേജിലാണ്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc. So we can write E0 cell is equal to, therefore E0 cell is equal to 2.303 RT by NF log Kc. ഇത് ഇമ്പോർട്ടന്റ് ആണ്. E0 cell is equal to 2.303 RT by NF log Kc. അതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? E0 cell is equal to 0.0591 by N log Kc. Then ഇനി നമ്മുടെ ഗാൽവാനിക് സെൽ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗാൽവാനിക് സെല്ലിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയായിരുന്നു? Zn bar Zn2 plus double bar Cu2 plus bar Cu. ഗാൽവാനിക് സെല്ലിന്റെ ഓവറോൾ സെൽ റിയാക്ഷൻ എങ്ങനെയാണ്? സിങ്ക് അയോൺ ആയിട്ട് ഓക്സിഡേഷൻ നടക്കും, കോപ്പർ അയോൺ മെറ്റാലിക് കോപ്പർ ആയിട്ട് റിഡക്ഷൻ നടക്കും. Then the overall cell reaction Zn plus Cu2 plus gives Zn2 plus Cu. Then ഇവിടെ E0 cell is equal to 2.303 RT by NF log Kc ക്ക് പകരം here it is Zn2 plus divided by the concentration of Cu2 plus. അതായത് product divided by reactant. Actually ഇവിടെ വരുന്നത് Zn2 plus into the concentration of Zn2 plus into the concentration of Cu
divided by the concentration of Zn into the concentration of Cu2 plus. ഇവിടെ കോപ്പറും സിങ്കും പ്യുവർ സോളിഡ് ആണ്, മെറ്റൽ ആണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു പോകും. therefore Kc എങ്ങനെ വരും? Zn2 plus divided by Cu2 plus. മനസ്സിലായല്ലോ? E0 cell is equal to 2.303 RT by NF log concentration of Zn2 plus divided by the concentration of Cu2 plus. അപ്പോൾ ഇത് Kc ആണ്. this term that is Kc. അപ്പോൾ E0 cell value അറിയാമെങ്കിൽ നമുക്ക് Kc value കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? അടുത്തത് ഇലക്ട്രോകെമിക്കൽ സെൽ ആൻഡ് ഗിബ്സ് ഫ്രീ എനർജി. ഫ്രീ എനർജി നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ടതാണ്. ദി എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ ടു ദി സിസ്റ്റം ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. ദെൻ ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ ജി മസ്റ്റ് ബി നെഗറ്റീവ്. ഇതും നമ്മൾ പഠിച്ചതാണ്. ഹിയർ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് NF E cell. Then delta G0, the standard free energy chain, delta G0 is equal to minus NF E0 cell. E0 cell is equal to, നമ്മൾ ഇപ്പൊ കണ്ടേ ഉള്ളൂ, 2.303 RT by NF log Kc. ഇനി E0 cell value substitute ചെയ്യാം. delta G0 is equal to minus NF into 2.303 RT by NF log Kc. NF cancel ചെയ്ത് പോകും. therefore delta G0 is equal to minus 2.303 RT log Kc. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലം ചെയ്യാനൊക്കെ വേണ്ടിവരും. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ദി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ ഡാനിയൽ സെൽ ഈസ് 1.1 volt. കാൽക്കുലേറ്റ് ഡെൽറ്റ G0. Zn plus Cu2 plus gives Zn2 plus Cu. ഇനി നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ആണ് ഡെൽറ്റ G0. അതും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു മൈനസ് NF E0 സെൽ. ദെൻ ഇവിടെ E0 സെൽ വാല്യൂ തന്നിട്ടുണ്ട് 1.1 volt, N that is 2, F 96,487 coulombs. 96,500 എന്നെടുത്താലും മതി. Then delta G0 is equal to, substitute ചെയ്യാം, minus 2 into 96,487 into 1.1. That is equal to minus 2122271 joule per mole. That is equal to 212.271 kilojoules per mole. The cell in which the following reaction takes place: Mg plus 2Ag plus, and here the concentration 0.0001 molar gives Mg2 plus, and here the concentration 0.130 molar plus 2Ag solid. Calculate E cell. And here the E0 cell is equal to 3.17 volt. ഇനി represent the cell reaction. Represent the cell. നമുക്ക് സെൽ റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. സെല്ല് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ വരും? Mg bar, ഇവിടെ ഓക്സിഡേഷൻ Mg2 plus ആയിട്ട് മാറുന്നു. Mg bar Mg2 plus, and here the concentration 0.130 molar, double bar. ഇനി Ag plus Ag ആയി മാറുന്നു. Ag plus, ഇവിടെ 2Ag നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. Then here the concentration 0.0001 molar bar Ag. അതായത് ഓക്സിഡേഷൻ then റിഡക്ഷൻ. ഇതാണ് സെൽ റെപ്രസെന്റേഷൻ. ഇനി നമുക്കിവിടെ കാണേണ്ടത് here E cell is equal to E0 cell minus 2.303 RT by
NF log concentration of എങ്ങനെ വരും? Concentration of product ആയിട്ടുള്ളത് ഏതാണ്? Mg2 plus. The concentration of Mg2 plus divided by the concentration of reactant Ag plus to the power 2. To the power 2. ഇനി ബാക്കി മഗ്നീഷ്യവും സിൽവറും ഇവിടെ ക്യാൻസൽ ചെയ്തു പോകും. നമ്മൾ അവ എഴുതേണ്ട ആവശ്യമില്ല. Then that is equal to E0 cell എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് E0 cell 3.17 volt minus ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെ വരും? Here it is equal to 0.0591 by ഇവിടെ number of electron there is 2 log concentration of Mg2 plus. Mg2 plus ionic concentration 0.130 divided by concentration of silver 0.001 molar. 1 square. Molar concentration ആണ് 0.0001 square. മനസ്സിലായല്ലോ? Silver ionic concentration. And here magnesium ionic concentration. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുക that is equal to 3.17 volt minus 0.21 volt that is equal to 2.96 volt. Problem clear ആയല്ലോ? Then one, calculate the equilibrium constant of the reaction. Cu solid plus 2Ag plus gives Cu2 plus 2Ag. And here it is aqueous. And here also aqueous. Then E0 cell is equal to 0.46 volt. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഏതാണ് നമ്മുടെ ഇക്വേഷൻ? And here E cell is equal to 0.0591 by 2 log Kc. Then here that is equal to E0 cell is equal to 0.0591 by 2 log Kc. Then that is equal to 0.46 volt. E0 cell ആണ്. That is equal to 0.0591 by 2 log Kc. E0 cell value തന്നിട്ടുണ്ട് 0.46 volt. Then we can write log Kc is equal to എങ്ങനെ വരും? 2 into 0.46 divided by 0.0591. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുക that is equal to 15.6. That is log Kc is equal to 15.6. Then we have to find out Kc, equilibrium constant Kc. Kc is equal to എങ്ങനെ വരും? Antilog of 15.6. That is equal to 3.92 into 10 to the power of 15. Antilog എടുക്കുന്ന ഓർമ്മയുണ്ടല്ലോ? ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാം. Then log 50.6 അങ്ങനെ കൊടുത്താൽ മതി. അപ്പോഴേക്ക് നമുക്ക് ഉത്തരം കിട്ടും 3.92 into 10 to the power of 15. മനസ്സിലായല്ലോ? The relation between equilibrium constant and E0 cell. ക്ലിയർ ആയല്ലോ? ഈ അസൈൻമെന്റ് ആണ്, ചെയ്തു നോക്കുക. അതേപോലെ ടെസ്റ്റിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കുക. Calculate the EMF of the cell at 298 Kelvin. Cr bar Cr3 plus concentration 0.1 molar, double bar Fe2 plus, then the concentration 0.01 molar, bar Fe. Given E0 of Cr3 plus bar Cr is equal to minus 0.75 volt. And E0 of Fe2 plus bar Fe is equal to minus 0.45 volt. അപ്പോൾ ഇത് ചെയ്തു നോക്കുക.
അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്സ് നന്നായി പഠിക്കുക. ഇനി ഒരു പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.